ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മൂവി ടൈംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിൽ ഒരുപാട് ചിത്രങ്ങൾ OTTയിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെ ചിത്രങ്ങളാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ചിത്രമാണ് ഒരു ജാതി ജാതകം എന്ന ചിത്രം. വിനീത് ശ്രീനിവാസനെ കേന്ദ്ര കഥാപാത്രമാക്കി M. മോഹൻ സംവിധാനം ചെയ്ത ഒരു ജാതി ജാതകം ജനുവരി 31 തിയേറ്ററിലെത്തിയത്. പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രം ഇപ്പോൾ OTTയിൽ കാണാവുന്നതാണ്. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്ന ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചാക്കോച്ചൻ്റെ ചിത്രം. കുഞ്ചാക്കോ ബോബൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി OTT റിലീസിന് ഒരുങ്ങുകയാണ്. മാർച്ച് 20 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രത്തിൻ്റെ സ്ട്രീമിംഗ് ആരംഭിക്കും. തിയേറ്ററുകളിൽ മികച്ച പ്രദർശന വിജയം നേടിയ സിനിമ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു. സമീപകാലത്ത് ചാക്കോച്ചൻ സിനിമയ്ക്ക് ലഭിച്ചിരുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഫെബ്രുവരി 20 ചിത്രം റിലീസിനെത്തിയത്. ജിത്തു അഷ്റഫാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ സംവിധായകൻ. ഇപ്പോൾ ചിത്രം മാർച്ച് 20 സ്ട്രീമിംഗ് ആരംഭിക്കുകയെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ചിത്രമാണ് പ്രാവൻകൂട് ഷാപ്പ് എന്ന ചിത്രം. ശ്രദ്ധേയമായ മറ്റൊരു മലയാള ചിത്രം കൂടിയാണ് പ്രാവൻകൂട് ഷാപ്പ് എന്ന ചിത്രം. സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രാവൻകൂട് ഷാപ്പ്. ഈ ചിത്രം ജനുവരി 16 തിയേറ്ററിലെത്തിയത്. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചിത്രം OTTയിലെത്തുക. പ്രമുഖ പ്ലാറ്റ്ഫോമായ സോണി ലൈവിലൂടെയാണ് ചിത്രം എത്തുക. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിട്ടുണ്ട്. ഏപ്രിൽ 11 ചിത്രം OTTയിൽ റിലീസാകുക എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്ന ചിത്രമാണ് ഇന്ദ്രൻസ്, ജാഫർ അലിഖി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സുജീഷ് ദക്ഷിണകാരി, ഹരിനാരായണൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരുമ്പെട്ടവൻ. ജനുവരി 3 ചിത്രം തിയേറ്ററിലെത്തിയത്. പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രം ഇപ്പോൾ OTTയിൽ അവൈലബിൾ ആണ്. മനോരമ മാക്സ് ആണ് ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്ന ചിത്രമാണ് പൈങ്കിളി എന്ന ചിത്രം. സജിൻ ഗോപു, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എത്തിയ പൈങ്കിളി OTTയിലേക്ക് വരികയാണ്. റൊമാൻസിനും കോമഡിക്കും പ്രാധാന്യം നൽകി ഒരുക്കിയ ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ നടൻ ശ്രീജിത്ത് ബാബുവാണ്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ദിനത്തിലാണ് പൈങ്കിളി തിയേറ്ററിലേക്ക് എത്തിയത്. സജിൻ ഗോപു ആദ്യമായി നായകവേഷത്തിൽ എത്തിയ ചിത്രമെന്ന പ്രത്യേകതയും പൈങ്കിളിക്കുണ്ട്. ആവേശം സിനിമയിലൂടെ ശ്രദ്ധേയനായ റോഷൻ ഷാനവാസും ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. പൈങ്കിളി ഉടൻ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. മാർച്ച് അവസാനത്തോടെ പൈങ്കിളി OTTയിൽ പ്രതീക്ഷിക്കാം എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്നാൽ റിലീസ് തീയതി ഔദ്യോഗികമായി മനോരമ മാക്സ് സ്ഥിരീകരിച്ചിട്ടില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.